എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതാ തയ്ച്ചെടുത്തൊരു ടോട്ട് ബാഗ് എന്ന് പറയാം കേട്ടോ. ടോട്ട് ബാഗോ ഹാൻഡ് ബാഗോ. അപ്പോൾ ഇത് സാരി ബോർഡർ വെച്ച് തയ്ച്ചെടുത്താണ്. നമുക്ക് 10 പൈസ ചിലവില്ല കേട്ടോ. ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നത് നോക്കാം. ഇതാണ് സാരി ബോർഡർ കേട്ടോ. ഇത് ഒറ്റ കളറായിട്ടൊക്കെ വരുന്ന സാരിയുടെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ ബോർഡർ വരുമല്ലോ, അങ്ങനെ ഒരു സാരിയുടെ ബോർഡറാണ്. പഴയൊരു സാരി ആയിരുന്നു, അതിൽ നിന്ന് ഞാൻ ആ ബോർഡർ അഴിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട 2 പീസ് തുണി കഷ്ണങ്ങൾ വേണം. അപ്പോൾ ഏതെങ്കിലും കളറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് കളർ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിരിക്കുന്ന നീളവും വീതിയും പറയാവേ. 13 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറോടെ ഉണ്ടെങ്കിൽ അതും കൂടെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കവറിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തുണിയും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും തയ്ക്കണം. പിന്നെ ഇടയ്ക്കൂടെ ഇങ്ങനെ ലൈനിട്ട് സ്റ്റിച്ചിങ് കൂടെ കൊടുക്കണം. അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതങ്ങനെ തയ്ക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സാരി ബോർഡർ എടുക്കുക കേട്ടോ. സാരി ബോർഡർ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ നേരെ വയ്ക്കുക. നേരെ വെച്ചിട്ട് നീളത്തിൽ 2 സൈഡും തയ്ച്ച് വെക്കുക. അങ്ങനെ ആ ഒരു തുണി ഫുള്ളായിട്ട് ഈ നമ്മുടെ സാരി ബോർഡറും കൊണ്ട് നേരെ 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 തയ്ച്ച് വെക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതേപോലെ സാരി ബോർഡർ ഇല്ലാത്തവരെ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് ഇതേ മോഡലൊരു ബാഗ് തയ്ച്ചെടുക്കണമെങ്കിൽ നമുക്ക് തുണി എടുത്തിട്ട് ഈ ഒരു മോഡലായിട്ട് നമുക്ക് ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സാരി ബോർഡിൻ്റെ സൈഡിൽ കൂടെ ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഗ്രീൻ കളറായിട്ട് തോന്നിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു പീസ് വെച്ച് നേരെ തയ്ച്ച് വെച്ചു. അതിന് ശേഷം അടുത്തൊരു പീസ് എടുത്ത് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് അതും ഇതുപോലെ നേരെ തയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ തുണി കവർ ചെയ്യുന്ന രീതി വരെ നമുക്ക് ഈ ബോർഡർ എടുത്ത് നേരെ നേരെ വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. രണ്ട് പീസിലും ആ ബോർഡർ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഇനി നമുക്കിതിന് വള്ളി പിടിപ്പിക്കണം. അപ്പം വള്ളി ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് ആ സാരി ബോർഡർ തന്നെ 2ആയിട്ട് മടക്കിയിട്ട് 2 സൈഡിൽ കൂടെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിരിക്കുകയാണ്. 20 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയിലുമാണ് 2 വള്ളിയും തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ബാഗിൻ്റെ 2 സൈഡിലുമായിട്ട് വള്ളി തയ്ച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ടേപ്പ് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാവേ. ഇതാ ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് അടയാളം ചെയ്തു, അടുത്ത സൈഡിൽ നിന്ന് അതേപോലെ തന്നെ 3 ഇഞ്ച് അടയാളം ചെയ്തു. ഇനി ആ വള്ളി എടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പീസ് കൂടെ ഉണ്ട്, അതിൽ നമുക്ക് ആ സെയിം ആയിട്ട് തന്നെ 3 ഇഞ്ച് വെച്ച് 2 സൈഡിൽ നിന്ന് ഒന്ന് അളവ് ചെയ്യുക. അതിനുശേഷം വള്ളി എടുത്ത് വെച്ചിട്ട് വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. വള്ളി തയ്ച്ച് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു തുണി വേണം കേട്ടോ. അപ്പോൾ അതൊരു 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീളത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വള്ളി തയ്ച്ച ഭാഗത്ത് വെച്ച് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് മടക്കി ഉൾഭാഗത്തോട്ട് വെച്ചിട്ട് അത് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ 2 പീസിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതാ അങ്ങനെ നേരെ വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇതാ ഇനി ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് നേരെ അങ്ങ് തയ്ച്ച് വയ്ക്കുക കേട്ടോ. ഇതാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ 2 പീസിലും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ഈ ബാഗിൻ്റെ മേൽവശം തൊട്ട് ഇതാ ഇതുപോലെ നേരെ താഴോട്ട് അളക്കുക. അവിടെ നിന്ന് നേരെ ഇതാ ഇങ്ങനെ അളന്ന് ഫുള്ളായിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 33 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ 33 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഏതെങ്കിലും കളർ അത് തുണിയായിട്ട് മാച്ചാകുന്ന തുണി ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ കളർ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വശത്ത് നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറുമായിട്ട് വെച്ച് നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീതി എടുത്തേക്കുന്ന 3 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ തുണിയുടെ 2 സൈഡ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് ആദ്യം തയ്ച്ചെടുക്കണേ. അപ്പോൾ ഇതിന് ഒരു ഗ്രീൻ കളർ തുണിയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു സാരി ബോർഡറിൻ്റെ സൈഡിൽ കൂടെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ കളറായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ആ ഗ്രീൻ കളർ വെട്ടുപീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയ ഒരു യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ യെല്ലോ കളറിൽ ഞാൻ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ വെച്ച് നീളത്തിൽ തയ്ച്ചെടുത്താണ്. അപ്പോൾ ഈ യെല്ലോ കളർ തുണി ഇനി നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ ഇതുപോലെ നേരെ വെച്ച് ഇതിൻ്റെ 3 സൈഡിൽ സ്ക്വയർ പോലെ അങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അടുത്ത പീസ് എടുത്ത് ഈ തുണിയുടെ അടുത്ത ഭാഗത്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇതാ നേരെ അങ്ങ് ഇതുപോലെ തയ്ച്ചു. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റിച്ചിങ്. അത് കഴിഞ്ഞ ശേഷം ആ തുണി ഇങ്ങനെ തിരിച്ച് കൊടുക്കണം കേട്ടോ. തിരിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ വീണ്ടും നേരെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതാ തിരിച്ചെടുത്ത് മേളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കയറി വരിക. ഇതാ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു തുണി തയ്ച്ചേക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇതാ ഈ ഒരു രീതിയിൽ വരും.
ഇനി നമുക്ക് ബാഗിൻ്റെ അടുത്തൊരു പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ആ 3 സൈഡും മാത്രം അങ്ങ് തയ്ച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത്രയും കൂടി ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ തയ്യൽത്തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേൽ ചെറിയൊരു തുണി വെച്ച് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ തയ്ച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ ഉൾഭാഗം നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ ബാഗ് നല്ല വശമാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ യെല്ലോ കളർ തുണി പിടിപ്പിച്ചിട്ടില്ലേ, അതിങ്ങനെ നല്ല വശത്തുനിന്ന് ഇതായി സൈഡ് വഴി ഇങ്ങനെ നമ്മൾ ഈ 2 തുണിയും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ സ്റ്റിച്ചിങ് കൊടുക്കുക. അങ്ങനെ 3 സൈഡും അങ്ങനെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ബാഗ് കറക്റ്റായിട്ട് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് വേണേൽ വെൽക്രോ 2 പീസ് അപ്പുറം ഇപ്പുറമായിട്ട് തയ്ച്ച് വേണേൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ടില്ല. സിമ്പിളായിട്ട് തയ്ച്ചെടുത്ത ഒരു ബാഗാണ് കേട്ടോ. കുട്ടികളിലൊക്കെ ബുക്കൊക്കെ ഇതിൽ വെച്ച് ട്യൂഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ്. ട്യൂഷൻ മാത്രമല്ല കേട്ടോ, നമുക്കും പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ്. അപ്പോൾ നല്ലൊരു ഷേപ്പുമാണ് അല്ലേ, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ പഴയ സാരി ബോർഡർ ഇത് അടിപൊളി ഒരു ബാഗായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ മോഡൽ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ബാഗ് തയ്ച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.